ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. ഒരു കപ്പ് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ അരക്കുകയോ പൊടിക്കുകയോ ഒന്നും വേണ്ട, കലക്കി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ കഴിയും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു അപ്പം ഈസ്റ്റ് ചേർത്തിട്ടും ഈസ്റ്റ് ചേർക്കാതെയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുക്കുന്നത് പാക്കറ്റിൽ വാങ്ങിച്ച വറുത്ത റവയാണ്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പോളം നിറച്ചു ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, തേങ്ങ, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരച്ചെടുക്കാം. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ഒന്നും അരയരുത്, ചെറിയ തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. ആ ജീരകവും വെളുത്തുള്ളിയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. തേങ്ങ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട. ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട നല്ല തരിതരിപ്പോട് കൂടിയാണ് അരച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വെളുത്തുള്ളിയും ജീരകവും ഇട്ട് അരയ്ക്കുന്ന സമയത്ത് തേങ്ങ ഒരു കാരണവശാലും ചൂടായി പോകരുത്. അപ്പോൾ അത് അങ്ങനെ ചൂടായി പോകുന്നൊരു പേടിയുണ്ടെങ്കിൽ കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചിട്ട് അരച്ചാലും മതി. കാരണം ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവറേ അങ്ങ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പം നല്ലൊരു സ്മെല്ലാണ് ഉള്ളത്, ഈ ജീരകവും വെളുത്തുള്ളിയും കൂടെ അരയ്ക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു സ്മെല്ല് വേണം നമ്മുടെ ഈ ഒരു അപ്പത്തിന്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അന്ന് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് നമുക്ക് റവയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വറുക്കാത്ത റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും വെള്ളം വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഒരുമിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. കാരണം പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുമ്പോഴത്തേക്കും പിന്നെയും കുറച്ചും കൂടെ ലൂസായി പോകും. ഇനി മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/4 കപ്പും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ പറ്റിയിരിക്കുന്ന തേങ്ങയൊക്കെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി അത് ബാക്കിയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതും കൂടെ ഈ റവയിലേക്ക് അങ്ങ് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം വെച്ചാൽ ഈസ്റ്റൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളത്. പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മൊത്തം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ചങ്ങ് മാറ്റി വെക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരണം. അതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഈസ്റ്റ് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 4-5 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ രാവിലെയൊക്കെ ഇതുപോലെ കുഴച്ച് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനിയല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് കൂട്ടിയിട്ടാൽ മതി കേട്ടോ. ഒരു 1-2 മണിക്കൂറൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അപ്പച്ചെമ്പ് അടുപ്പത്ത് വെക്കാം. ആവി കയറ്റാനായിട്ട് വെള്ളമൊഴിച്ച് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യാക്കിയിട്ടുണ്ട്, അതൊന്ന് എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കു ഇതൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുകളിൽ മാത്രം കാണാനായിട്ടൊരു ഭംഗിക്ക് മാത്രമേ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഉള്ളിൽ കടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അപ്പത്തിൻ്റെ മാവ് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20-25 മിനിറ്റൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. അതിപ്പം 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റിയേക്കാം. ഒരുപാടൊക്കെ തണുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ആ ചൂടൊന്ന് മാറട്ടെ. നല്ലൊരു മണം കേട്ടോ. ഈ ഒരു അപ്പത്തിന് ഒരു പ്രത്യേക സ്മെല്ലാണ്. നമ്മൾ ആ വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേർത്ത് അരച്ചിട്ട് ആ ഒരു നല്ലൊരു സ്മെല്ല് വന്നല്ലോ, ആ ഒരു മണം ഇപ്പോഴും ഉണ്ട് അപ്പത്തിന്. ആ ടേസ്റ്റും ഉണ്ടാവും. അതപ്പം ഒരു അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് അങ്ങ് മറിച്ചിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇറങ്ങി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നെയ്യില്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്താലും മതി. നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. പിന്നെ ഈ ഒരു അപ്പം നമുക്ക് ഈസ്റ്റ് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും ഒക്കെ മാവ് വെച്ച് ആ പാത്രത്തിൽ കുറച്ച് മാവൊക്കെ ബാക്കിയായിട്ടൊക്കെ ഇരിക്കുമല്ലോ, ആ പാത്രത്തിനകത്തോട്ട് തന്നെ ഈ ഒരു റവയും എല്ലാം കൂടെ ഇതേപോലെ തന്നെ ഇട്ട് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്തിട്ട് അങ്ങ് അടച്ചങ്ങ് വെക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സമയം എടുക്കുന്നേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അത് എടുത്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഈ അപ്പം ഉണ്ടാക്കാം. ഇതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമായിരിക്കും. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് എടുക്കാം. മുറിച്ച് നോക്കാം.
അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കണ്ടോ അപ്പത്തിൻ്റെ ആ ഒരു കുറച്ചൊന്ന് സൂം ചെയ്ത് കാണിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനും, നല്ല ഭംഗിയാണ് കഴിക്കാനും, നല്ല ടേസ്റ്റ്. ഒരു പ്രത്യേക ടെക്സ്ചറാണ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞു. രാവിലെ ആ ഒരു ചെറിയൊരു കാര്യം ചെയ്തു വെച്ചു, വൈകുന്നേരം ഈസി ആയിട്ട് ചായ വെക്ക് തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ പരന്ന പ്ലേറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അത്രയധികം സമയവും വേണ്ടി വരില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ടാട്ടോ ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രമാത്രം സോഫ്റ്റാണെന്ന്. ഞാൻ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക തരം ടെക്സ്ചറാണ്. സാധാരണ നമ്മൾ അപ്പം ഒന്നും കഴിക്കുന്ന ആ ഒരു ടെക്സ്ചറല്ല, ഇതൊരു പ്രത്യേക തരം ടെക്സ്ചറാണ്. കാരണം റവ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റുമാണ്, നല്ല മണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.